പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിൻ്റെ ഒന്നാം ഭാഗമാണ്. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പേജ് 10-ലെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അതായത് എക്സ്, വൈ അങ്ങനെ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളിതിനകത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലത് നമുക്കല്ലാതെ തന്നെ ഒന്ന് തിങ്ക് ചെയ്താലും നമുക്കത് പ്രോബ്ലംസ് കിട്ടും. നമ്മൾ 8ാം ക്ലാസ്സിൽ കുറച്ചൊക്കെ പ്രോബ്ലംസ് എങ്ങനെയാണ് എക്സ് വൈ ഉപയോഗിച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ 8ൽ തന്നെ പഠിക്കുന്നുണ്ട്. അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷനിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ചോദ്യവും ഉത്തരവും തന്നെ തന്നിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. നമ്മളിന്ന് പേജ് 10-ലെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? നമ്മുടെ ചോദ്യം ഇതാണ്. പ്രിയ ഒരു ബാഗും അതുപോലെ തന്നെ ഒരു സ്ലിപ്പറും 1100 രൂപയ്ക്കാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാഗിൻ്റെ വില എന്ന് പറയുന്നത് സ്ലിപ്പറിനെക്കാട്ടിലും 300 രൂപ കൂടുതലാണ്. ബാഗിൻ്റെ വില എന്ന് പറയുന്നത് സ്ലിപ്പറിനെക്കാട്ടിലും 300 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്ലിപ്പറിൻ്റെ വില എത്രയാണ്, ബാഗിൻ്റെ വില എത്രയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം സ്ലിപ്പറും ബാഗും തമ്മിലൊരു റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ. സ്ലിപ്പറിന് എത്രയാണോ വില അതിനേക്കാളും 300 രൂപയും കൂടെ കൂടുതലാണ് ബാഗിൻ്റെ വില. ഇപ്പോൾ സ്ലിപ്പറിന് 500 ആണെങ്കിൽ ബാഗിൻ്റെ വില എന്ന് പറയുമ്പോൾ 800 ആയിരിക്കും. സ്ലിപ്പറിന് 100 രൂപയാണെങ്കിൽ ബാഗിൻ്റെ വില എന്ന് പറയുന്നത് 400 ആയിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മളിവിടെ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് എന്നുള്ളത് എന്തായിട്ട് കൊടുക്കുക? നമുക്കറിയില്ല, എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക? അതിന് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, വൈ എന്നും കൊടുക്കാം. ലെറ്റേഴ്സ് നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ബാഗിൻ്റെ വില എന്തായിരിക്കും വരുന്നത്? ഇതിൻ്റെ കൂടെ 300 രൂപയും കൂടെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ എക്സിൻ്റെ കൂടെ 300 രൂപയും കൂടെ കൂടുതൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 300 ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്ന കാര്യം എന്താ? ഇത് രണ്ടും കൂടെ ചേർത്ത് 1100 ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുക അല്ലേ. രണ്ടെണ്ണത്തിൻ്റെയും കൂടെ വില കൂട്ടുന്നത് 1100 ആണ്. അപ്പോൾ നമുക്കവിടെ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 300 എന്ന് പറയുന്നതാണ് എന്ത്? 1100. ഇനി നമുക്ക് സാധാരണ രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? 2x. അതായത് ഇത്രയും ചെയ്യേണ്ടേ ഉള്ളൂ. ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 1 ആണ്, ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 1 ആണ്. അപ്പോൾ ഇവിടെ കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ കൂട്ടുമ്പം 2. എക്സ് അല്ല, അതുകൊണ്ട് നമ്മൾ 2x എന്ന് എഴുതുക. പ്ലസ് 300 സമം 1100. പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട് ഈ 300-നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ പ്ലസ് 300-നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താകും? മൈനസ് 300. അപ്പോൾ 2x എന്നുള്ളതിനെ നമുക്ക് ഇതിനെ മാറ്റുന്നില്ല, ഇതിവിടെ തന്നെ ഇട്ടേക്കുവാണ്. ഈ 300-നെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ 2x അങ്ങനെ തന്നെ കടന്നു. അപ്പോൾ 300 അപ്പുറത്തോട്ട് പോകുമ്പം മൈനസ് ആകും. ഇനി നമ്മൾ 2x = എന്ന് പറഞ്ഞ് എപ്പോഴും ഈക്വൽ ടു കഴിഞ്ഞ് ഇവിടെ എന്താണോ കിടക്കുന്നത് അത് ആദ്യം എഴുതുക. അപ്പോൾ 1100 മൈനസ് 300. ഓക്കെ, അപ്പോൾ 1100-ൽ നിന്ന് 300 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 800 കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ 2x എന്ന് പറയുന്നതാണ് 800 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഗുണം എക്സ് ആണ്. 2x എന്ന് പറഞ്ഞാൽ 2 ഗുണം എക്സ്, 2 ഇൻറ്റു എക്സ് ആണ് 800 എന്ന് പറയുന്നത്. നമുക്ക് എക്സിൻ്റെ വില എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ 2 ഗുണം ഏത് സംഖ്യ ചെയ്താൽ 800 കിട്ടും അതാണ് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ 2 ഇൻറ്റു ആയതുകൊണ്ട് ഈ 2-നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആകും. ഇൻറ്റു ആണെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പം എന്താകും? ഡിവിഷൻ ആകും. ഓക്കെ, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകും, ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിഷൻ എന്നുള്ളതിന് 800/2 എന്ന് എഴുതിയാൽ മതി. അതായത് 2 ആയതുകൊണ്ട് 800-ൻ്റെ പകുതി എടുക്കുക. 800-ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 400 അല്ലേ. അപ്പം നമുക്കിവിടെ എക്സിൻ്റെ വില കിട്ടി. അതായത് x = 400. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് ഓഫ് സ്ലിപ്പർ എന്ന് പറയുന്നതാണ് 400 അല്ലേ. ബാഗിൻ്റെ വില എന്ന് പറയുന്നത് അതിനേക്കാളും ഒരു 300 രൂപയും കൂടെ കൂടണം അല്ലേ. അപ്പോൾ 400-ൻ്റെ കൂടെ 300-ഉം കൂടെ കൂട്ടുമ്പം എത്ര വരും? 700 വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ അങ്ങനെ അല്ലാതെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് 300 രൂപ കുറച്ച് കഴിഞ്ഞാൽ 300 രൂപ മാറ്റിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും വില തുല്യമാണ് അല്ലേ. അതായത് 1100-ൽ നിന്ന് നമ്മൾ 300 രൂപ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 800 ആണ്. അപ്പോൾ ഈ 800-നെ തുല്യമായിട്ട് വീതിച്ചു 2 പേർക്കും. അപ്പോൾ എത്ര വന്നു? 400 വന്നു.
അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇത് സ്ലിപ്പറിൻ്റെ വിലയാണെങ്കിൽ ഇപ്പോൾ ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു 300 കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് 700 കിട്ടും. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പം 2 നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 26 ആണ്, 26 ആണ്. ആൻഡ് ദർ ഡിഫറൻസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അതായത് രണ്ടെണ്ണം കൂട്ടുമ്പോൾ 26ഉം കുറയ്ക്കുമ്പം 4ഉം ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സും വൈയും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ നമുക്ക് ഒരു വേരിയബിൾ ഉപയോഗിച്ചും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു നമ്പറിന് എന്ത് കൊടുക്കുക? എക്സ് എന്ന് കൊടുക്കുക. മറ്റേ നമ്പറിന് നമ്മൾ വൈ എന്നും കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് 26. അതുപോലെ അതിൻ്റെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതാണ് 4. അതായത് എക്സ് വലുതായിട്ടാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 26 ആണ്, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻസ് വന്നിട്ടുണ്ട്, 2 ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതിനിങ്ങനെ 1 എന്നുള്ളത് ഇങ്ങനെ ഇടുക, 2 എന്ന് ഇടുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെയും 1 തന്നെയാണ്, സെയിം ആണ് വന്നേക്കുന്നത്. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് +1ഉം -1ഉം സെയിം തന്നെയാണ്, പക്ഷേ സൈൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ സൈൻ ഡിഫറൻ്റ് ആയിട്ട് സെയിം ഇതും പക്ഷേ സൈൻ ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ഇക്വേഷൻസും ആഡ് ചെയ്യുവാണെങ്കിൽ ഈ വൈ ക്യാൻസലായി പോകും. കാരണം y മൈനസ് y 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻസ്, അതായത് ഈ 1ഉം 2ഉം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വെച്ച് തന്നെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 2x ആഡ് ചെയ്തപ്പോൾ. ഓക്കെ, y പ്ലസ് അത് 0 ആയി പോകും. ഈക്വൽ ടു 26 + 4, 26ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 30. അപ്പം 2x = ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇതാണ് 2x = 30. ഓക്കെ, ദെൻ ഇതിനകത്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2 ഇൻറ്റു ആണ്. ഇപ്പോൾ 2നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. സോ നമുക്ക് എങ്ങനെ എഴുതാം? x = 30 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 30 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 15, അതായത് 30ൻ്റെ പകുതി അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 15. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 26 ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് എക്സും വൈയും കൂടെ കൂട്ടിയാൽ 26 ആണ്. അപ്പോൾ നമുക്ക് വൈ കണ്ടുപിടിക്കാമല്ലോ. അതിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 15 ഇട്ട് കൊടുത്തു, പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്കറിയില്ല, = 26. ഓക്കെ, അപ്പോൾ നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 15നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ +15 ആണ്, ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? മൈനസ് ആകും. സോ y = നമുക്ക് എങ്ങനെ എഴുതാം? 26 - 15. അപ്പോൾ 26ൽ നിന്ന് 15 പോകുമ്പം നമുക്ക് എത്ര കിട്ടും? 11. സോ നമ്മുടെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, തേർഡ് വൺ. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 cm ആൻഡ് വൺ സൈഡ് ഈസ് 8 cm ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ്, ചുറ്റും ഉള്ള അളവ്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × L + B ആണ്. 2 × L + B, ഇതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത് ആണ്. റെക്റ്റാങ്കിളിന് നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പം പെരിമീറ്റർ, ചുറ്റളവെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും L + B + L + B ഉണ്ടോ? അപ്പോൾ നമ്മളിവിടെ 2 തവണ എല്ലും ബിയും കൂടെ കൂട്ടുന്നുണ്ട്. അതാണ് ഷോർട്ടായിട്ട് നമ്മളിവിടെ 2 × L + B ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടെ പെരിമീറ്റർ 40 ആണ്. അതുപോലെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡ് എന്ന് പറയുന്നത് 8 cm ലോങ്ങർ ദാൻ ദ അതർ. അതായത് ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 cm കൂടുതലാണ്. അപ്പോൾ ഷോർട്ടർ സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയില്ല, പക്ഷേ ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത് ഷോർട്ടർ സൈഡിനേക്കാളും 8 cm കൂടെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സപ്പോസ് നമ്മളിവിടെ ഷോർട്ടർ സൈഡ് നമുക്കറിയില്ല, പക്ഷേ ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത് ഇതിനേക്കാളും 8 cm കൂടുതലാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഷോർട്ടർ സൈഡിന് നമ്മൾ എന്ത് കൊടുക്കാം? അറിയത്തില്ലാത്തതുകൊണ്ട് x കൊടുക്കുക. അപ്പോൾ ലോങ്ങർ സൈഡ് എന്ത് വരും? x + 8 അല്ലേ? ഓക്കെ, അപ്പോൾ സ്മോൾ സൈഡ് നമ്മൾ x എന്ന് കൊടുത്തു, ലാർജ് സൈഡ് എന്ന് പറയുന്നത് x + 8 ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ലെങ്ത്ത് + ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്മോൾ സൈഡ് + ലാർജ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും. ലെങ്ത്ത് + ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 × L + B ആണ് നമ്മുടെ പെരിമീറ്റർ. L + B എന്ന് പറയുന്നത് എപ്പോഴും പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും. 40/2 എന്നുള്ള 20 ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ സ്മോൾ സൈഡും ലാർജ് സൈഡും കൂടെ കൂട്ടുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും. അതായത് x +
8 ഈസ് ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 2x എന്ന് വരും. പ്ലസ് 8 ഈസ് ഈക്വൽ ടു 20. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പ്ലസ് 8 എന്നുള്ളതിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ 2x ഈസ് ഈക്വൽ ടു, നമ്മൾ ഈക്വൽ ടു കഴിഞ്ഞിട്ട് എപ്പോഴും ആ ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള ഏതാണോ നമ്പർ അത് ആദ്യം എഴുതുക. ദെൻ പ്ലസ് 8 എന്നുള്ളത് എന്താകും? -8. ഓക്കെ, 20 - 8 എന്ന് പറയുമ്പോൾ എന്ത് വരും? 12 എന്ന് വന്നു. ഓക്കെ, 2 ഇൻറ്റു എക്സ് ആണ് 12. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇതാണ് 2x ഈസ് ഈക്വൽ ടു 12. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 12/2. നമ്മൾ ഓർക്കുക 2 ഇൻറ്റു ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നതെന്നാണ് ഇത് എഴുതിയേക്കുന്നത്. നമ്മളപ്പോൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 12/2 എന്ന് പറയുന്നത് എന്ത് വരും? 6 വന്നു. സോ നമ്മുടെ സ്മോൾ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആണ്. ലാർജ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഈ 6ഉം 8ഉം കൂടെ കൂട്ടണം അല്ലേ? ഓക്കെ, 6ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 14. സോ നമ്മുടെ സ്മോൾ സൈഡ് 6 ആണ്, ലാർജ് സൈഡ് എന്ന് പറയുന്നത് 14. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and other into an equilateral triangle. Length of the sides of both must be the same. How should the wire be cut? അതായത് നമുക്കിവിടെ 3.5 meters നീളത്തിലുള്ള ഒരു വയറുണ്ട്. 3.5 meter നീളമുള്ള ഒരു വയർ. ഇതിനെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തു. 2 പീസായിട്ട് കട്ട് ചെയ്തു. അതിലൊരു പീസ് നമ്മൾ ബെൻഡ് ചെയ്ത് നമ്മൾ ഏത് ഷേപ്പിലോട്ട് കൊണ്ടുവന്നു? സ്ക്വയർ ഷേപ്പിലോട്ട് കൊണ്ടുവന്നു. ദെൻ അടുത്ത പീസ് നമ്മൾ ഏത് ഷേപ്പിലോട്ട് കൊണ്ടുവന്നു? ട്രയാങ്കിൾ ഷേപ്പിലോട്ടും കൊണ്ടുവന്നു. പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്താ? ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. രണ്ടിൻ്റെയും, അതായത് സ്ക്വയറിൻ്റെയും ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെയും സൈഡ്സിൻ്റെ ലെങ്ത്ത് സെയിം ആണ്. അതായത് സപ്പോസ് നമ്മളിത് 2 എന്ന് എടുത്തെന്ന് വെച്ചോ, ഇതും 2 തന്നെയായിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ഇത് 3 ആണെങ്കിൽ ഇതും 3 ആയിരിക്കും. അപ്പോൾ നമ്മൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് എക്സ് എന്ന് എടുത്താൽ ഇതും എക്സ് ആണ്. നമുക്കൊരു കാര്യം അറിയാം, സ്ക്വയർ ആണ്. അപ്പോൾ 4 സൈഡും എങ്ങനെയാണ്? ഈക്വൽ. അപ്പോൾ 4 സൈഡും എന്തായിട്ട് തന്നെ വരും? എക്സ് എടുക്കുവാണെങ്കിൽ എക്സ് എന്ന് തന്നെ കിട്ടും അല്ലേ? ഓക്കെ, ഇതിൻ്റെ ആണെങ്കിലോ ഇതും എക്സ് ആയിട്ട് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഇതുണ്ട്. നമ്മുടെ ലെങ്ത് ഓഫ് ദ സൈഡ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. ഇനി രണ്ടും കൂടെ ചേർത്ത് നമ്മുടെ ഈ 3.5 meter നീളമുള്ള ഈ വയറിനെയാണ് നമ്മൾ ഈ രീതിയിലോട്ട് മാറ്റിയേക്കുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് എന്ത് കിട്ടണം? 3.5 കിട്ടണം. അതായത് നമ്മൾ ഈ ചെയ്തേക്കുന്ന എക്സ് പ്ലസ് എക്സ് ഇതിൻ്റെ പെരിമീറ്ററും, അതായത് സ്ക്വയറിൻ്റെ പെരിമീറ്ററും നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കൂടെ കൂട്ടുമ്പം നമുക്ക് എന്ത് കിട്ടണം? 3.5 കിട്ടണം അല്ലേ? ഓക്കെ, ദെൻ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 4x, അതായത് 4 ഇൻറ്റു 1 സൈഡാണ്. ദെൻ പെരിമീറ്റർ ഓഫ് എ ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ? 3 ഇൻറ്റു 1 സൈഡാണ്, 3x. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 4xും 3xും കൂടെ കൂട്ടുമ്പം നമുക്ക് എന്ത് കിട്ടണം? 3.5 അല്ലേ? 3.5. ഈ 3.5 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7/2 എന്ന് എഴുതാം. അതായത് ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 6. ദെൻ ആ കിട്ടുന്ന 6നെ നമ്മൾ ഈ മേളിലുള്ള ഈ 1ൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 6 + 1 7/2. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മളിവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ആദ്യമേ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണോ അത് ആദ്യം എഴുതുക. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 6. ദെൻ 6ൻ്റെ കൂടെ ഇവിടുത്തെ ഈ ന്യൂമറേറ്ററിലുള്ള ഈ 1 ആഡ് ചെയ്യുക. അപ്പോൾ 7 കിട്ടും. അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ 4x + 3x ആണ് 7/2 കിട്ടിയേക്കുന്നത്. അപ്പോൾ 4xനെയും 3xനെയും കൂടെ കൂട്ടുമ്പം 4ഉം 3യും കൂടെ കൂട്ടുക. 4ഉം 3യും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 7 വരും അല്ലേ? അപ്പോൾ 7x = 7/2. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഈ അതൊരു എളുപ്പത്തിന് നമ്മൾ നോക്കുവാണെങ്കിൽ 7/2 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 1/2 ആട്ടോ. 7/2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നോക്കിയാൽ 7x = 7 ഇൻറ്റു 1/2. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ 7ഉം ഈ 7ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? x = 1/2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1/2. അപ്പം ഇവിടെ x = 1/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഹൗ ഷുഡ് ദ വയർ ബി കട്ട് അല്ലേ? എങ്ങനെ നമുക്ക് ആ വയർ കട്ട് ചെയ്യാം? അപ്പോൾ നമ്മുടെ സ്ക്വയറിന് വേണ്ടി കട്ട് ചെയ്തത് എത്രയായിരിക്കും? 4x അല്ലേ? 4x ആണല്ലോ. അപ്പോൾ നമുക്കതിനെ 4 ഇൻറ്റു 1/2 അല്ലേ? 4 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു 1/2 അതായത് 3/2. 3/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1.5. അതായത് നമ്മളിവിടെ നോക്കിയാൽ മതി, ഇവിടെ അര എല്ലായിടത്തും അരയാണ്. അപ്പോൾ 4 പ്രാവശ്യം അര വരുന്നുണ്ട്. അപ്പോൾ 1 1 1.5 2. ഇവിടെയാണെങ്കിൽ 1 1 1.5.
ഉണ്ടോ? അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടിൻ്റെയും വാല്യൂസ് അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് 1 piece ടു മേക്ക് ആൻ ഈക്വിലാറ്റർ ട്രയാങ്കിൾ. ഈക്വിലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര പീസ് വേണ്ടി വന്നു? 1 and 1/2 മീറ്റർ. ഓക്കെ. ദെൻ ലെങ്ത് ഓഫ് അനദർ പീസ് ടു മേക്ക് എ സ്ക്വയർ. സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതോ 2 മീറ്റർ. ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.